ഞാൻ അറിയുന്ന ഒരു ഓൺലൈനിൽ ബിസിനസ് തുടങ്ങിയ 99% ആൾക്കാരും സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു 10,000 രൂപ കയ്യിലുണ്ട്, അത് വെച്ചൊരു ബിസിനസ് തുടങ്ങുന്നു. പിന്നീട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് റോൾ ചെയ്ത് മുന്നേക്ക് പോകുന്നതാണ്. ഇവർക്ക് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവില്ല, ഇവർക്ക് ചിലപ്പോൾ ലോണ് പോലും കിട്ടണമെന്നില്ല. കാരണം ലോണ് കിട്ടണമെങ്കിൽ ഇപ്പോൾ സ്റ്റാൻഡപ്പ് ഇന്ത്യ ആണെങ്കിലും മുദ്ര ലോൺ ആണെങ്കിലും എന്താണെങ്കിലും നമ്മളൊരു പ്രോപ്പർട്ടിയുടെ പേപ്പർ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതില്ലാത്ത ഭൂരിഭാഗം ആൾക്കാരാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ നമ്മൾ സ്ത്രീകളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പം പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് ഇപ്പോൾ കുടുംബശ്രീയുടെ തന്നെ ഒരുപാട് പ്രോജക്ട്സ് തുടങ്ങി ഒരു ഇയറിൽ തന്നെ പൂട്ടി പോകുന്നു എന്നുള്ള ഒരു അവസ്ഥയൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മളുടെ ആ ഒരു കൺസെപ്റ്റ് വരുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാളും കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും എന്നൊരു തോട്ട് പ്രോസസ്സ് വരുന്നതും ക്യൂൻസ് ബിസിനസ് ഗ്ലോബലിനെ കുറിച്ച് ആലോചിക്കുന്നത്. അതിൽ മറ്റൊരു പോയിന്റ് എന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് ആവശ്യമുള്ള ഒരു ഇൻകം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി മറ്റൊരാൾക്ക് പാസ് ചെയ്ത് കൊടുത്താൽ അത് അവരുടെ ഓപ്പർച്യൂണിറ്റി കൂടിയാക്കി അവർക്കും സർവൈവ് ചെയ്യാം. അതായത് വിമൺ എംപവർമെന്റ് അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം എന്ന നമ്മൾ പറയുന്ന സ്ത്രീകൾ പറയുന്നത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ആദ്യം നമ്മളുടെ തൊട്ടടുത്തിരിക്കുന്ന സ്ത്രീയെ കരുതേണ്ടത് നമ്മളുടെ കൂടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി ഒരു കൂട്ടായ്മയുടെ ഭാഗമായാൽ തീർച്ചയായിട്ടും ഇപ്പം എനിക്കൊരു 5,000 പേരാണ് എൻ്റെ പ്രൊഫൈലിൽ ഉണ്ടെങ്കിൽ മറ്റൊരാളെ ചേർത്ത് നിർത്തുമ്പോൾ അത് 10,000 മാറും. ഇനി എണ്ണം കൂടുമ്പോൾ ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ എൻ്റെ ബിസിനസ്സും വളരും, എൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരുടെ ബിസിനസ്സും വളരും. ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ക്യൂൻസ് ബിസിനസ് ഗ്ലോബൽ തുടങ്ങിയത്. അപ്പോൾ അതിലിപ്പോ 2,500 പേരുണ്ട്. ഞങ്ങൾ പരസ്പരം പർച്ചേസ് ചെയ്താൽ തന്നെ ഞങ്ങൾക്ക് സർവൈവ് ചെയ്യാം, പുറത്തുനിന്ന് ഒരാളില്ലെങ്കിലും. അത് കൂടാതെ ക്യൂൻസ് ബിസിനസ് ഗ്ലോബൽ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ നമുക്ക് 2 പേജിലായിട്ട് 62,000-ഓളം കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി അവരെന്ന് പറഞ്ഞാൽ വെറുതെ കയറി ഗ്രൂപ്പിൽ സ്ത്രീകളെ ശല്യം ചെയ്യാനിരിക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് പറയാനിരിക്കുന്ന ആൾക്കാരല്ല. സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യണമെന്ന ലക്ഷ്യത്തോടു കൂടി അവിടെ കയറിയെന്ന് നമ്മുടെ ഇപ്പോൾ ഇവിടെ തന്നെ ഈ ചാനലിൽ നിന്ന് തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഷെറിൻ ഉൾപ്പെടെ പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന, അങ്ങനെ അതൊരു നമ്മളുടെ കൂടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരാണ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സർവൈവൽ കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീക്കും ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് പറ്റില്ല. അവരെ അതിന് അനുവദിക്കുന്ന സാഹചര്യങ്ങളായിരിക്കില്ല മിക്കവർക്കും ഉള്ളത്. അപ്പോൾ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമിലേക്ക് വരിക എന്ന് പറയുന്നത് അതൊരു വലിയ സ്ട്രഗിളിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സന്ധ്യ ആയിട്ട് അതിനൊരു പ്ലാറ്റ്ഫോം തുറന്നു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് കൂടി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ ബാക്കി പ്രോഡക്റ്റ് സെല് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലേ എങ്ങനെയാണ് നടന്നു പോകുന്നത്? അതായത് ഞങ്ങൾ എവറി ഫ്രൈഡേ ഞങ്ങൾ ഒരു ഇൻട്രോ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസമുണ്ട്. അന്ന് സംരംഭകയുടെ ഫോട്ടോ, സ്വന്തം സംരംഭമായിരിക്കണം, സ്വന്തം പേരിലുള്ള സംരംഭമായിരിക്കണം, സംരംഭകയുടെ ഫോട്ടോ, അവർ വിൽക്കുന്ന 3 പ്രോഡക്ട്സിന്റെ ഫോട്ടോയും ഒരു ഡിസ്ക്രിപ്ഷനുമായിട്ട് ഞങ്ങൾ അവരെ ടീമിന്റെ ഉള്ളിലേക്ക് കയറ്റും. എന്നിട്ട് ഇവർക്ക് ഞങ്ങൾ ഗൂഗിൾ ഫോം കൊടുത്ത് ഇവരുടെ ഡേറ്റ് മുഴുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. കാരണം പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് നാളെ എന്തെങ്കിലും നെഗറ്റീവ് പറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇവരുടെ ഡേറ്റ വേണമല്ലോ. അങ്ങനെ ഒരു ഡേറ്റാബേസ് ഞങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം തിങ്കൾ മുതൽ വ്യാഴാഴ്ച വരെ ഇവർക്ക് ആ പ്ലാറ്റ്ഫോമിൽ ഫ്രീ ആയിട്ട് സെല് ചെയ്യാം.